ഹലോ! അങ്ങനെ സൺഡേ ആയിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടി ഒന്ന് അമ്പലങ്ങളിലൊക്കെ പോവാന്ന് കരുതി. ഞങ്ങൾ ആദ്യം നമ്മുടെ ഇവിടെയുള്ള ആറ്റുകാൽ അമ്പലത്തിലാണ് ട്ടോ വന്നത്. ഒരു 6:30 ആയപ്പോൾ തന്നെ നമ്മൾ അമ്പലത്തിലെത്തി. അവിടുന്ന് തൊഴുതിറങ്ങി. അതിനുശേഷം നമ്മൾ നേരെ കരിക്കകം കോവിലിലാണ് ട്ടോ വന്നത്. ഞാൻ ആദ്യമായിട്ടാ ഈ ഒരു കരിക്കകം ക്ഷേത്രത്തിൽ വരുന്നത്. എനിക്ക് അവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല ഇഷ്ടായി. ഇവിടെ ദേ ഇങ്ങനെ നമ്മുടെ നാളുകൾക്ക്, നക്ഷത്രങ്ങൾക്ക് വരുന്ന വൃക്ഷങ്ങളെയൊക്കെ കുറിച്ച് ഈ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വൃക്ഷങ്ങളും അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ വെൺപാലവട്ടത്തുള്ള ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ വന്നത്. ഈ ഒരു ദേവീക്ഷേത്രം ഞങ്ങൾ പുറത്ത് നിന്ന് കണ്ടിട്ടുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പുറത്ത് നിന്ന് കാണുമ്പോൾ ഈ അമ്പലത്തിനെ കാണുമ്പോൾ നമ്മുടെ ഈ ചൈനീസിലുള്ള അമ്പലങ്ങളുടെ പോലത്തെ ആർക്കിടെക്ചറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളത് ഈ അമ്പലത്തിൽ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വരണം കേട്ടോ. കാരണം നല്ല പീസ്ഫുൾ മൈൻഡാണ്. ഈ ഒരു അമ്പലത്തിൽ വന്നാൽ നമുക്ക് ഒരുപാട് നേരം അവിടെ തന്നെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നും. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിന് ചുറ്റും. ദേ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗണപതിയുടെ ഒരുപാട് ശില്പങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഇങ്ങനെ ഈ പടി ഇറങ്ങി പോകുമ്പോൾ ആദ്യം നമുക്ക് അവിടെ ഒരു അമ്പലക്കുളം കാണാം. ആ അമ്പലക്കുളത്തിനകത്ത് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അമ്പലക്കുളവും നോക്കി മീനുകളെയൊക്കെ നോക്കിയിരുന്നിട്ട് ഇവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നാഗക്കാവ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആ നാഗക്കാവിൽ കയറി തൊഴുതു. അതിനുശേഷം നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ കോവിലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഭദ്രകാളി ക്ഷേത്രത്തിലും തൊഴുതിറങ്ങി. അതിനുശേഷം ഞങ്ങൾക്ക് നല്ല വിശപ്പായതുകൊണ്ട് ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. മസാല ദോശയാണ് ഞങ്ങളെല്ലാവരും കഴിച്ചത്. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.